അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ഈർക്കിൽ കുത്തിക്കൊടുക്കുന്നുണ്ട്. അപ്പം പച്ച ഈർക്കിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അശ്വതി. അപ്പം ഇന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കാന്നുള്ളതാണ്. നിങ്ങളതിൻ്റെ പുറകിൽ കാണുന്നുണ്ടാവും. ഓണമൊക്കെ ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് കൃഷ്ണമുടി എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ് ഈ പൂവിന് എന്നുള്ളതൊന്ന് കമൻറ്റ് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. സിമ്പിളായിട്ട് എങ്ങനെ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തൃക്കാക്കര അപ്പന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ആവശ്യമാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുക ഒരു പശ മണ്ണില്ലേ, അതായത് നമ്മുടെ ചിതൽപുറ്റിൻ്റെ മണ്ണില്ലേ, ആ മണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ കുനിയൻ ഉറുമ്പ് അല്ലെങ്കിൽ കറുത്തിട്ടുള്ള ഒരു ഉറുമ്പില്ലേ, കടിച്ച വേദനയാവുന്ന ആ ഒരു ഉറുമ്പില്ലേ, ആ ഒരു ഉറുമ്പിൻ്റെ പശ മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ആ മണ്ണ് കളക്ട് ചെയ്യാം. ഇവിടെ കുനിയൻ ഉറുമ്പിൻ്റെ പശ മണ്ണുണ്ട്. ഇതാണ് കുനിയൻ ഉറുമ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഉറുമ്പ്. ഉറുമ്പോട്ട് പോയി. ഇതാണ് നമ്മുടെ കുനിയൻ ഉറുമ്പ്. ഈ ഉറുമ്പിൻ്റെ പശമണ്ണായാലും മതി. അപ്പം ഈ ഒരു മണ്ണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു മോറോ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണ് കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും, നല്ല പശ മണ്ണാണ്. അപ്പോൾ നമുക്കിത് കുറച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ചധികം മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കൊണ്ട് ഒരു 1, 2, 3 തൃക്കാക്കര അപ്പനെ വലിപ്പം അനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ തൃക്കാക്കര അപ്പന ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് തൃക്കാക്കര അപ്പന ഉണ്ടാക്കാൻ എടുത്ത് വെച്ച മണ്ണ് ആദ്യം ഒന്ന് നമുക്ക് കുറച്ചെടുത്ത് കുഴയ്ക്കാം. അപ്പം ആദ്യം ഇതുപോലൊരു കല്ല് വെച്ചിട്ട് ഇതിലെന്തെങ്കിലും വേറെ കരടും കാര്യങ്ങളും വല്ല കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നുകൂടി നമുക്ക് ആ തൃക്കാക്കരപ്പൻ്റെ ആ ഒരു ഷേപ്പ് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഒരല്പം വെള്ളം ആയി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുഴച്ചെടുക്കാൻ കുറച്ചുകൂടി ഒരു എളുപ്പം ഉണ്ടാവും. അല്പം വെള്ളം എടുത്ത് ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നന്നായി നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഒരുപാട് ചപ്പാത്തിയുടെ അത്രയും വെള്ളമൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇത് കുഴച്ച് കിട്ടാൻ വേണ്ടി മാത്രം. ഞാൻ മാക്സിമം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് ആ ഒരു തൃക്കാക്കര അപ്പൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പരന്ന പ്രതലമല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 4 സൈഡ് ഇങ്ങനെ ആക്കിയെടുക്കുന്നേ ഉള്ളൂ. ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇതുപോലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്രതലം, ഇതുപോലൊരു ടൈലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്രതലം, അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താൽ ഈ ഒരു തൃക്കാക്കര അപ്പൻ ഇവിടെ വെച്ച് ഒന്നുകൂടി നമ്മൾ നല്ല ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 4 സൈഡ് ജസ്റ്റ് അടിച്ചടിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ആദ്യം. പിന്നെ ഇതിൻ്റെ അടി ഒന്ന് ഇതുപോലെ പ്ലെയിൻ ആക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്കിതുപോലെ 4 സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ അടിഭാഗവും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ കീറലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിണ്ട് കീറിയ പോലെ ഇതുപോലെ കാണാൻ പറ്റും സ്ക്രാച്ച് ആയിട്ട്. അപ്പം ഈ സ്ക്രാച്ച് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 4 സൈഡ് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും ഈ ഒരു സ്ക്രാച്ച് ഇല്ലാതാവുന്നത്.
4 സൈഡ് ഇതുപോലെ സ്ക്രാച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ സ്ക്രാച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിഭാഗവും ജസ്റ്റ് വെള്ളം കൂട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ അടിഭാഗമൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അതുപോലെ ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് സ്ക്രാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളമാക്കി കൊടുക്കാം. സ്റ്റീലിൻ്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടി നമുക്കിതൊന്ന് ഈ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് തൃക്കാക്കരപ്പന ഉണ്ടാക്കാൻ പറ്റും. നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്കെയിലും ഇതുപോലത്തെ ടൈൽസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിനൊരു നടുവിലായിട്ടൊരു ഈർക്കിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ഈർക്കിൽ കുത്തിക്കൊടുക്കുന്നുണ്ട്. അപ്പം പച്ച ഈർക്കിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് 10 days ഇതുപോലെ വയ്ക്കേണ്ടതല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കുത്തിക്കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് തൃക്കാക്കരപ്പന ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു വലിയ പ്രോസസ്സായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. തൃക്കാക്കരപ്പൻ്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു തെക്കോട്ട് ആ ഭാഗത്ത് അങ്ങോട്ടൊക്കെ ഒന്നിൽ കൂടുതൽ തൃക്കാക്കരപ്പനൊക്കെ അവർ ഉണ്ടാക്കി വെക്കാറുണ്ട് ഓണത്തിന്. പിന്നെ എന്തൊക്കെയോ കോലങ്ങൾ വരയ്ക്കാറുണ്ട് ചുറ്റും. പിന്നെ ഇതിൻ്റെ മേലെ ചന്ദനം പൂശും, ഭസ്മം പൂശുന്നവരുണ്ട്, പിന്നെ അരിമാവ്. അങ്ങനെ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ ഓരോ ആചാരങ്ങളും രീതികളും ഒക്കെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇവിടെ ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഒന്നൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ 10 days വരെ എന്ത് ചെയ്യും, 1ാം ഓണം 2ാം ഓണം അതനുസരിച്ച് ഇതിൽ പൂക്കൂടെ വെക്കും. ചെമ്പരത്തിയാണ് സാധാരണ വയ്ക്കാറ്. അപ്പം പിന്നെ നമ്മൾ വാമനനെ വീട്ടിലേക്ക് ആദരിച്ച് പൂജിച്ച് ആനയിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു സങ്കല്പമാണ് ഈ തൃക്കാക്കരപ്പൻ വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം. അപ്പം നമ്മൾ ഈ വാമനനെയാണ് തൃക്കാക്കരപ്പനായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യമാണ് പറഞ്ഞത്. അപ്പം നമുക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്തു നോക്കുക. ഓൾറെഡി പലരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്